പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പോൾ അതിന് നിങ്ങൾ oaps.amuonline.ac.in/login എന്ന് പറയുന്ന പേജിലോട്ടാണ് വരേണ്ടത്. ഇപ്പോൾ ഇതെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ amucontrollerexam.com എന്നുള്ള അവിടെ പോയിട്ട് അഡ്മിഷൻസ് എന്നുള്ള അവിടെ അപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് അഡ്മിഷൻ ഗൈഡ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും വരിക. അവിടെ അപ്ലിക്കേഷൻസ് ഫോംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാനുള്ള ഇവിടെ വരും. ഇവിടെ നിങ്ങൾ ആദ്യം ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എല്ലാം എൻ്റർ ചെയ്യാനുള്ളത്. മുകളിലോട്ട് പോയി ഇവിടെ സൈൻ ഇൻ ആൻഡ് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ സൈൻ അപ്പ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ മിഡിൽ നെയിമും അതുപോലെ ലാസ്റ്റ് നെയിമും കൊടുക്കുക എന്നുള്ളതാണ്. മിഡിൽ നെയിം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒമിറ്റ് ചെയ്യാം, ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മിഡിൽ നെയിം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇനീഷ്യലും കൊടുത്തു, ലാസ്റ്റ് നെയിമും കൊടുത്തു. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യുക. നിങ്ങൾ ജനിച്ച ഇയറും അതുപോലെ തന്നെ മന്തും അതുപോലെ ഡേയും കൂടെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ 12 ഡിജിറ്റ് ആധാർ നമ്പർ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കൊടുക്കുകയാണ്. സാമ്പിൾ ആധാർ നമ്പർ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 12 ഡിജിറ്റ് ആധാർ നമ്പറും കൊടുക്കുക. ഇത് കൊടുത്തു. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നിങ്ങളൊരു ഇമെയിൽ ID അതും കൂടെ നിങ്ങൾ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതേ ഇമെയിൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക, ഒന്നും കൂടെ റീ എൻ്റർ ചെയ്യുക. അതേ ഇമെയിൽ നമ്പർ നിങ്ങൾ വെരിഫൈ ചെയ്യുന്നു. ശേഷം നിങ്ങൾ പാസ്വേഡാണ് എൻ്റർ ചെയ്യാനുള്ളത്. പാസ്വേഡ് ഒരു 8 ക്യാരക്ടർ ലെങ്ത് ഉള്ളതായിരിക്കണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ഉണ്ടായിരിക്കണം. ഒരു അപ്പർ കേസ് സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പാസ്വേഡും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പാസ്വേഡ് കൺഫേം ചെയ്തിട്ട് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം രജിസ്റ്റർ എന്നുള്ള അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഹാവ് യു എവർ ബീൻ അഡ്മിറ്റഡ് ടു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. നിങ്ങൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ 12th 10th ഒക്കെ പഠിച്ചിട്ടുണ്ടോ, അവരുടെ സ്കൂളുകളിലെങ്ങാനും പഠിച്ചിട്ടുണ്ടോ, അതാണ് ചോദിക്കുന്നത്. ഞാൻ നോ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു ക്യാപ്ച വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് ടിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത്. കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലോട്ട് പോകും. ശേഷം ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും വരിക. അപ്പോൾ അതൊരു 6 സ്റ്റെപ്പ് പ്രൊസീജിയർ ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇവിടെ ആദ്യം നിങ്ങളുടെ പ്രൊഫൈലാണ് ഫില്ല് ചെയ്യാനുള്ളത്, പിന്നെ അഡ്രസ്സ് കൊടുക്കാനുണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ കാറ്റഗറി കാര്യങ്ങൾ, പിന്നെ ഏത് പേപ്പറിലോട്ടാണ് അല്ലെങ്കിൽ ഏത് എൻട്രൻസ് എക്സാമിനാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളും കൊടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫിൽ ആവുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പ്രൊഫൈലിലോട്ട് പോവാം. ഞാൻ നേരത്തെ കൊടുത്തുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഫില്ല് ചെയ്ത് വരാത്ത ഭാഗങ്ങൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റ് കറസ്പോണ്ടൻസ് ഇമെയിൽസ് കൊടുക്കാനുണ്ട്. ഓൾട്ടർനേറ്റ് ആയിട്ട് വേറൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, നിർബന്ധമല്ല, ഓപ്ഷനിലാണ്. ഞാനത് ഒഴിവാക്കുകയാണ്, സ്കിപ്പ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ആധാർ നമ്പർ ഒന്നും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫസ്റ്റ് നെയിം ഓഫ് ഫാദർ, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഫാദറിൻ്റെ മിഡിൽ നെയിമും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. അതിന് ഫസ്റ്റ് നെയിം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. മിഡിൽ നെയിമും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം അതും കൂടെ കൊടുക്കുക. മദേഴ്സിൻ്റെ അതുപോലെ തന്നെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. ഒരു ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറും കൂടെ നിർബന്ധമായിട്ടും കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വീണ്ടും നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇയർ ഏതാണോ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്, നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ റിലീജിയൻ എന്നുള്ളത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇസ്ലാം ആണോ, ബുദ്ധിസം ആണോ, ക്രിസ്ത്യാനിറ്റി ആണോ, പിന്നെ അതുപോലെ തന്നെ ജൈനിസം ആണോ, സിക്കിംസം ആണോ, അല്ലെങ്കിൽ അതേഴ്സ് ആണോ കൊടുക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അലിഗഡിൻ്റെ ഹോസ്റ്റൽ വേണോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഹോസ്റ്റൽ വേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ യെസ് ഹോസ്റ്റൽ അക്കോമഡേഷൻ റിക്വേർഡ് എന്നുള്ള അവിടെ
യെസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇത് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫൈലിൻ്റെ കാര്യം വരുന്നത്. പിന്നെ അഡ്രസ്സാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഷോ അഡ്രസ്സസും ഉണ്ട്, ആഡ് ന്യൂ അഡ്രസ്സും ഉണ്ട്. ഇവിടെ കറസ്പോണ്ടന്റ് അഡ്രസ്സും ഇവിടെ നിങ്ങൾ ഷോ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. Every applicant must add his or her correspondence and permanent address to complete the registration process. Please make sure to complete your address details sincerely and carefully as this information is may be used to communicate with you in future. അപ്പം കറസ്പോണ്ടന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും നിർബന്ധമായിട്ട് നിങ്ങൾ ഇവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വട്ടം നിങ്ങൾ അഡ്രസ്സിൻ്റെ ഇവിടെ പോയിട്ട് ആഡ് ന്യൂ അഡ്രസ്സിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സെലക്ട് അഡ്രസ് ടൈപ്പ് എന്നുള്ള അവിടെ കറസ്പോണ്ടന്റ് അഡ്രസ്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഹൗസ് നമ്പറും സ്ട്രീറ്റും ലാൻഡ്മാർക്കും ലൊക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുണ്ട്, കൺട്രി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പോസ്റ്റൽ പിൻകോഡ് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്തിട്ട് ഇതാക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് ആഡ് ന്യൂ അഡ്രസ്സിൽ പോയിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടന്റ് അഡ്രസ്സ് മാറ്റിയിട്ട് പെർമനന്റ് അഡ്രസ്സ് ആക്കുക. പെർമനന്റ് അഡ്രസ്സും കൂടെ ഇതാക്കുക. അപ്പോൾ നിങ്ങൾ ഷോ അഡ്രസ്സ് എന്നുള്ള അവിടെ ഇവിടെ 2 കറസ്പോണ്ടന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും വരും. അതിനുശേഷം പ്രൊസീഡ് ടു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് 10ലെയും +2ലെയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അതായത് ഇതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ 10ലെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്സും പെർസെൻറ്റേജ് ഒക്കെ കൊടുക്കാനുണ്ട്, റോൾ നമ്പർ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 12ലെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ +2 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അപ്പിയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ റിസൾട്ട് അവൈറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ +2 ഏതാണ് ബോർഡ് വരുന്നത്, അതുപോലെ തന്നെ ഏത് വർഷമാണ് നിങ്ങൾ പാസ്സാവുക അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കാനുള്ളൂ. ആദ്യം നമുക്ക് ഇവിടെ നോക്കണം, SSC ഉണ്ട്, SSC ഉണ്ട്, SSC ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്. ഇത് ആദ്യത്തേത് സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSC എന്ന് പറയുന്നത് സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്. അപ്പോൾ SSC എന്ന് പറയുന്നത് 10ലേതും SSC എന്ന് പറയുന്നത് 12ലെ ആണെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ SSC ചൂസ് ചെയ്തിട്ട് 10ലെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സെലക്ട് ക്വാളിഫിക്കേഷൻ മോഡ് റെഗുലർ കൊടുക്കുക, നിങ്ങൾ റെഗുലർ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ SSLC അല്ലെങ്കിൽ 10th എന്ന് കൊടുത്താൽ മതി. ഇവിടെ നെയിം ഓഫ് ദ കോഴ്സ് എന്നുള്ള അവിടെ. പിന്നെ ഇയർ ഓഫ് പാസിങ്, നിങ്ങളിപ്പം നിങ്ങളുടെ ആ ഒരു 10ലെ മാർക്ക് ഷീറ്റിൽ എപ്പോഴാണ് പാസ്സായിരിക്കുന്നത് എന്നുള്ള കൊടുത്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾ പാസ്സായിരിക്കും, റിസൾട്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പാസ് കൊടുക്കുക. പിന്നെ ബോർഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ തെളിഞ്ഞു വരും. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്. ഇവിടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലാതെ +2ൻ്റെ ആണ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ ഗ്രേഡിനും അതിൻ്റെ ഒരു ഗ്രേഡ് പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് A+ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് 9 ആണ്, A ആണെങ്കിൽ 8 ആണ്, B+ ആണെങ്കിൽ 7 ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ആ ഒരു രീതിക്കാണ് വരിക. അപ്പോൾ ഒരാളുടെ ഒരു മാർക്ക് ഷീറ്റ് 10 സബ്ജക്റ്റുള്ള ഒരാളുടെ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചിട്ടുള്ള ഒരാളുടെ ഒരു മാർക്ക് വരുന്നത് 8 A+ഉം 1 Aയും 1 B+ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ഗ്രേഡ് പോയിന്റ് മുഴുവനും, അപ്പോൾ 8 തവണ 9 എന്നുള്ള ഗ്രേഡ് പോയിന്റ് വന്നു, പിന്നെ ഒരു 8ഉം പിന്നെ 7ഉം ആണ്. ദാറ്റ് അതൊന്ന് ആഡ് ചെയ്തിട്ട് സം ചെയ്തിട്ട് ഇൻറ്റു 100/90, അതാണ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല. അപ്പോൾ 87 × 100/90 എന്ന് പറയുമ്പോൾ 96.66 ആണ് അവിടെ വരിക പെർസെൻറ്റേജ് എന്നുള്ളത്. നിങ്ങളിപ്പം ഫുൾ A+ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണം നിർബന്ധമില്ല. 640ലാണ് കേരള ബോർഡിൻ്റെ ഇത് വരുന്നത്, ഫുൾ മാർക്ക് വരുന്നത്. ചിലപ്പോൾ 640 തന്നെ വരുന്നത് 620 ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ആയി കഴിഞ്ഞാലും ഈ ഒരു രൂപത്തിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബാക്ക് ടു അപ്ലിക്കേഷനിലോട്ട് പോവാം. അപ്ലിക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ആ പെർസെൻറ്റേജ് എൻ്റർ ചെയ്ത് കൊടുക്കുക, ബോർഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക, പിന്നെ അതുപോലെ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ നിങ്ങൾ 10ലെ സർട്ടിഫിക്കറ്റും കൂടെ ഇവിടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് 200 KB മുതൽ 2 MB സൈസിലുള്ളതായിരിക്കണം ഫയൽ. ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഇനി നേരെ വീണ്ടും എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലോട്ട് വരിക. ഇവിടെ ആഡ് കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യുക, നിങ്ങളുടെ രണ്ടാമത്തെ SSC കൊടുക്കുക 12ലേത്. അത് നിങ്ങൾ റെഗുലർ ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് +2 കൊടുക്കുക. ഇവിടെ കോഴ്സിൻ്റെ നെയിം, പിന്നെ ഇയർ ഓഫ് അപ്പിയറിങ്, നിങ്ങൾ ഈ വർഷമാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി പാസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോർഡാണ് ഇവിടെ കൊടുക്കാനുള്ളത്.
കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത്, സ്റ്റേറ്റ് ബോർഡാണെന്നുണ്ടെങ്കിൽ. പിന്നെ റോൾ നമ്പർ കാര്യങ്ങൾ നിങ്ങൾ അവൈറ്റിംഗ് ആണ്, റിസൾട്ട് അവൈറ്റിംഗ് കൊടുക്കുക. നിങ്ങൾ +2 ആണ് ഇപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ റോൾ നമ്പറും പെർസെൻറ്റേജും ബാക്കിയുള്ള കാര്യങ്ങളും മാർക്ക് ഷീറ്റൊന്നും അപ്ലോഡ് ചെയ്യേണ്ടി വരില്ല, ജസ്റ്റ് സേവ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അങ്ങനെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട തെറ്റിപ്പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പ്, അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ. ഫോട്ടോനെ കുറിച്ചിട്ട് അപ്ലോഡ് ഫോട്ടോ എന്നുള്ള അവിടെ ഇതാക്കുക. ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലി ജാഗണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ മനസ്സിലാക്കി റീസെൻ്റ്ലി 6 മാസം മുമ്പ് എങ്കിലും നിങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളേഴ്സിലായിരിക്കണം, ഫോട്ടോ ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ 80% മുഖം നിങ്ങളുടെ വിസിബിൾ ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഫോട്ടോൻ്റെ ഡയമെൻഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ പിക്സലിലാണെന്നുണ്ടെങ്കിൽ 600x840 പിക്സലിലായിരിക്കണം വിഡ്ത്തും ഹൈറ്റും വരേണ്ടത്, അല്ലെങ്കിൽ സാധാരണ പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ സൈസ് ആയിട്ടുള്ള 2.5x3.5 സെൻറ്റിമീറ്റർ ഡയമെൻഷനിലായിരിക്കണം ഫോട്ടോ ഉണ്ടാവേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരുപാട് ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ഉണ്ടായിരിക്കണം, വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. 80% നിങ്ങളുടെ മുഖം വിസിബിൾ ആയിരിക്കണം. അതിൻ്റെ ആ ഒരു ഡയമെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഫോട്ടോ എന്ത് ചെയ്യുക, ഇവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ഓൾ ദ ഇൻഫർമേഷൻ, ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാനുള്ളത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ പറയുന്നുണ്ട്, അതായത് അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ 600x200 പിക്സൽ സൈസിലായിരിക്കണം, അല്ലെങ്കിൽ ലെങ്ത് ഉള്ള ഒരു സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിൽ 800x200 പിക്സൽ ഇതിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ബ്ലൂയിലായിരിക്കണം നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഇങ്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ കാണുന്ന പോലെ ബാക്കി ഡിക്ലറേഷൻ ടിക്കറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുക. ശേഷം ഫോട്ടോ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തമ്പ് ഇംപ്രഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് തമ്പ് ഇംപ്രഷൻ കൊടുക്കുക. ശേഷം താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റാമ്പ് പാഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങളൊരു പേപ്പറിലോട്ട് വെക്കുകയും അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതെല്ലാം നിങ്ങൾ പേന ഉപയോഗിച്ചിട്ട് കയ്യിലിങ്ങനെ വരഞ്ഞിട്ട് ശേഷം ഒരു പേപ്പറിലോട്ട് നിങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് അതൊന്ന് സ്കാൻ ചെയ്താലും ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. അതിൻ്റെ ഒരു ഡയമെൻഷനും കൂടെ പറയുന്നുണ്ട്, 600 പിക്സൽ ഇൻറ്റു 300 പിക്സൽ വിഡ്ത്ത് ആൻഡ് ഹൈറ്റിലായിരിക്കണം, അല്ലെങ്കിൽ ലെങ്ത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ 800 പിക്സൽ ഇൻറ്റു 400 പിക്സലിലായിരിക്കണം എന്നും ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ക്ലാരിറ്റിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്, വായിച്ചു നോക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ എന്നുള്ളതാണ്. ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ഓൾ ദ ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ നിങ്ങളിവിടെ ഫയൽ അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാനുള്ള കാറ്റഗറീസ് ആണ്. കാറ്റഗറീസിൽ നിങ്ങൾ ഒരുപാട് കാറ്റഗറീസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ചിൽഡ്രൻ ഓഫ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലുമിനി, അതായത് അലിഗഡിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ, അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള അലുമിനിൻ്റെ ആരെങ്കിലും ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻ ഓഫ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എംപ്ലോയി, അവിടെ ജോലി ചെയ്യുന്ന ആരുടെയെങ്കിലും മകളോ മകനോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസർവേഷനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് OBC പോലെയുള്ള അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അതിൽ പെട്ടിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു റിസർവേഷൻ ഓപ്ഷൻ ഉണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, SC, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് ST, അതുപോലെ തന്നെ ബിലോങ്ങിങ് ടു ഡിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, അതായത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഒരു ഡിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് കാറ്റഗറി, അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതും വെച്ചിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ OBCയിലും കൊടുക്കുക, അതുപോലെ ഡിസ്റ്റൻ്റ് എന്നുള്ള റിസർവേഷനും കൊടുത്തിടുക എന്നുള്ളതാണ്. പിന്നെ ഡിബേറ്റർ, ടാലൻറ്റ് ഓർ അതർ DR എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നാഷണൽ ലെവലിൽ പല ടാലൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മാനം വാങ്ങിയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൊടുക്കാം. പിന്നെ നാഷണൽ കാഡറ്റ് കോർപ്സ്, അതായത് NCCയിൽ പങ്കെടുത്തിട്ടുള്ള നാഷണൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു റിസർവേഷനും ഉണ്ട്. പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള ആൾക്കാർക്കുള്ള റിസർവേഷൻ വരുന്നുണ്ട്. ചിൽഡ്രൻ ഓഫ് ഗവൺമെൻറ് എംപ്ലോയിൻ്റെ മകനോ മകളോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിസർവേഷൻ വരുന്നുണ്ട്. പിന്നെ ചിൽഡ്രൻ ഓഫ് ആംഡ് ഫോഴ്സസ് ഹു ഡൈഡ് ഇൻ കോംബാറ്റ്, ആംഡ് ഫോഴ്സസിൽ ഡൈ ചെയ്തിട്ടുള്ള
കോമ്പാറ്റിൽ ചെയ്തിട്ടുള്ള അവരുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള EW കാറ്റഗറിയിൽ പെട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ റിസർവേഷൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള OBC, അതുപോലെ തന്നെ EWS, അതുപോലെ തന്നെ SC ST പോലെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസർവേഷനും കൊടുക്കുക, അലുമിനി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക, അതിനൊപ്പം തന്നെ ഡിസ്റ്റൻസിൻ്റെയും കൂടെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു അപ്ലൈ, അതായത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. നിങ്ങൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു എൻട്രൻസ് എക്സാം എഴുതണം, അതിൻ്റെ ആ പേപ്പേഴ്സ് ചൂസ് ചെയ്യുക, ആ എൻട്രൻസ് എക്സാം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററി, സോഷ്യോളജി, ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ BA ഹോണേഴ്സ് ആണ് എഴുതേണ്ടത്. കെമിസ്ട്രി, ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ BSc ഹോണേഴ്സ് ആണ് എഴുതേണ്ടത്. അതുപോലെ BTech വരുന്നുണ്ട്, BSc നഴ്സിംഗ് വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അലിഗഡിൻ്റെ ഒരു ബ്രോഷർ ഉണ്ട്, ആ ബ്രോഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേജ് നമ്പർ 55 പോകുന്ന സമയത്ത് ഓരോ കോഴ്സും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അതിൻ്റെ കോഴ്സ് ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സിനും എപ്പോഴാണ് അപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ പേജ് നമ്പർ ഒരു 128 പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു പേപ്പർ വർക്കും കൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ഫോം ടൈപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജനറൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തുനിന്നാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഫോറിൻ നാഷണൽ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ NRI ഫോറിൻ നാഷണൽ എന്നുള്ള കാറ്റഗറിയിലായിരിക്കണം എഴുതേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ ഏത് ലെവൽ ഓഫ് പ്രോഗ്രാം ആണ് നിങ്ങളെ കോഴ്സ് ലെവൽ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി കോഴ്സിൽ നിങ്ങൾ എടുക്കുന്നത്, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഏതാണോ പ്രോഗ്രാം, ഇപ്പം BA LLB ആണോ, അല്ലെങ്കിൽ BCom ആണോ, BSc ആണോ, അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാം ആണോ, BSc ഹോണേഴ്സ് ആണോ, ബാക്കിയുള്ള BA ഹോണേഴ്സ് ത്രൂ ആയിട്ടുള്ള ഇതാണോ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. ഒരാൾ തന്നെ 2 എൻട്രൻസ് എക്സാമുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ അപ്ലൈ എന്നുള്ള അവിടെ തൊട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വീണ്ടും പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക, ഫീ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫീ പേയ്മെൻറ്റും കൂടെ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട വെബിനാറുകളും അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക. നന്നായിട്ട് തന്നെ പഠിക്കുക. ഏറ്റവും മികച്ച അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.